dear students, നിങ്ങളുടെ സ്വന്തം അദീബ മിസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ടെക്സ്റ്റിലുള്ള വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ഇയറിലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ടോപ്പിക് കൂടിയാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് question tags. Okay, question tags ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ എടുത്തു നോക്കിയാൽ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. കുറേ പേര് അത് തെറ്റിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മളത് സിമ്പിളായിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളെല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് വരാറുള്ളത്, എവിടേക്കാണ് ഇത് വരാറുള്ളത് എന്നൊക്കെ മനസ്സിലാവണ്ടേ? ഒരു സെന്റൻസ് കിട്ടിയാൽ യെസ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് കൊടുക്കേണ്ടത്, അത് നമുക്ക് മനസ്സിലാവണ്ടേ അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്, കുറച്ച് സെന്റൻസസ് ഒക്കെ നോക്കാം. അതേപോലെ തന്നെ എന്താ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയണത് അല്ലേ? വാട്ട് യു മീൻ ബൈ എ ക്വസ്റ്റ്യൻ ടാഗ്? ഓക്കെ, സോ ആ ഒരു ടേമിൽ തന്നെ ഉണ്ട് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ? അപ്പൊ എന്താണ്, അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഒബ്വിയസ്ലി ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, സോ ലിസൺ, ഇറ്റ് ഈസ് എ സ്മോൾ ക്വസ്റ്റ്യൻ അറ്റ് ദ എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം എൻഡിൽ വരുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യൻ പറയുന്ന പേരാണ് ക്വസ്റ്റ്യൻ ടാഗ്. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റിലായിരിക്കും ഇത് വരാറുള്ളത്. എല്ലാ സെന്റൻസിന്റെ കൂടെയും ക്വസ്റ്റ്യൻ ടാഗ് വന്നോളുന്നില്ല. പൊതുവെ ഒരു കമന്റ് ആവാം, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആവാം, ഒരു ഓർഡർ ആവാം, ഇതിന്റെ കൂടെയൊക്കെയാണ് പൊതുവെ ക്വസ്റ്റ്യൻ ടാഗ്സ് വരാറുള്ളത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചോദ്യം. ഇപ്പൊ നമ്മൾ വിചാരിക്കാം, ഞാൻ ഒരു ഗാർഡനിലൂടെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പോവാണ്. അപ്പം നമ്മൾ പറയാറില്ല, ഇപ്പം നല്ലൊരു ഫ്ലവേഴ്സ് ഒക്കെ കാണുന്ന സമയത്ത് വി യൂസ് ടു സേ എന്ത് ഭംഗിയാലേ ഈ പൂക്കൾ കാണാൻ. നമ്മളെ ഫ്രണ്ട്സിനോട് ചോദിക്കൂലേ എന്ത് ഭംഗിയാലേ ഈ പൂക്കളൊക്കെ കാണാൻ അല്ലേ എന്ന് ചോദിക്കൂലേ? ലാസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് അല്ലേ, ഒരു അഗ്രിമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കാറില്ലേ അല്ലേ? ശരിയല്ലേ എന്ന് ചോദിക്കാറില്ലേ? സോ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ്. നോക്ക്, സെക്കൻഡ് സെന്റൻസ് നോക്കെ, ദീസ് ആർ യൂസ്ഡ് വെൻ ആസ്കിങ് ഫോർ അഗ്രിമെന്റ് ഓർ കൺഫർമേഷൻ. ഒരു അഗ്രിമെന്റ്, ഒരു കൺഫർമേഷൻ, ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊതുവെ എന്ത് ചോദിക്കാറുള്ളത്? ക്വസ്റ്റ്യൻ ടാഗ്സ് ചോദിക്കുക. അല്ലേ ഇല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, കോമൺ ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന സംഭവമാണ് എന്ത്? ക്വസ്റ്റ്യൻ ടാഗ്. സോ ക്വസ്റ്റ്യൻ ടാഗ് എന്താന്ന് മനസ്സിലായല്ലോ. ഇനി ഈ ക്വസ്റ്റ്യൻ ടാഗിന് ഒരു പൊതുവായിട്ടുള്ള ഒരു രൂപമുണ്ട്. അത് മനസ്സിലാക്കിയാൽ പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അതൊന്ന് നോക്കിയാലോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗ്, ഹൗ ടു ഫോം ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിന് ഒരു രൂപമുണ്ട്, ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് പൊതുവെ വരാറുള്ളത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗിന്റെ കൂടെ ഒരു ഓക്സിലറി വേർബ് ഉണ്ടാവും, പ്ലസ് സബ്ജക്ട് പ്രൊനൗൺ ഉണ്ടാവും, പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. എന്തൊക്കെ ഉണ്ടാവും? ഓക്സിലറി വേർബ് ഉണ്ടാവും, സബ്ജക്ട് പ്രൊനൗൺ ഉണ്ടാവും, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ഇത്രയും ഉണ്ടാവുള്ളൂ, ഇത്രയും ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ ഉണ്ടാവുള്ളൂ. അതിന് മുന്നേ ഓക്സിലറി വേർബ്സ് എന്തൊക്കെയാന്ന് അറിയണം, പ്രൊനൗൺസ് എന്താന്നുള്ളത് അറിയണം, ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഓക്കെ, സോ ഓക്സിലറി വേർബ്സ് ഏതൊക്കെയാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, എക്സെട്ര എക്സെട്ര. ഇതൊക്കെ എന്താണ്? ഓക്സിലറി വേർബ്സ് ആണ്. ഞാനിവിടെ ബോക്സിൽ നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, has, have, had, will, would, shall, should, can, could, may, might, must, need, dare, ought to, used to. ഇതൊക്കെയാണ് നമ്മുടെ ഓക്സിലറി വേർബ്സ്. സോ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം ഒരു ഓക്സിലറി സെന്റൻസിൽ നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ഓക്സിലറി വേർബ് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സെന്റൻസ് കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? അതിൽ ഓക്സിലറി വേർബ് ഏതാന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതേപോലെ സബ്ജക്ട് പ്രൊനൗൺസ്, കുറച്ച് പ്രൊനൗൺസ് എല്ലാവർക്കും അറിയാലോ. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രൊനൗൺസ് ആണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിലാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ്സ് വരാറുള്ളത്. ക്വസ്റ്റ്യൻ ടാഗിന് പൊതുവെ ഒരു ഓക്സിലറി വേർബ് ഉണ്ടാവും, അതിന്റെ കൂടെ ഒരു പ്രൊനൗൺ ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ മാർക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് എങ്ങനെ എഴുതാം? ത്രൂ സം എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാലോ. ഓക്കെ, സോ ഞാനൊരു 4 സ്റ്റെപ്സ് പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക എന്നുള്ളത്. 4 സ്റ്റെപ്സ്. ഓക്കെ, സോ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിലുള്ള ഓക്സിലറി വേർബ് നിങ്ങൾ കണ്ടുപിടിക്കാം.
ഓക്സിലറി ഇതാണല്ലേ, ഇതൊക്കെയാണ് ഓക്സിലറി വെർബ്സ്. സോ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയാൽ അതിലുള്ള ഓക്സിലറി വെർബ് ഏതാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അതാദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ രണ്ടാമതായിട്ട് സെന്റൻസ് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ സെന്റൻസ് എന്ന് നോക്കാം. അതായത് നമ്മൾ ചോദിക്കൂലേ, പറയൂലേ എൻ്റെ കയ്യിൽ പേനയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കൂലേ, ഉണ്ട് ഇല്ല. ഇല്ല എന്ന് പറയുമ്പോൾ എന്താ, അതൊരു നെഗറ്റീവാണ്. ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് ആണ് അല്ലേ. എൻ്റെ കയ്യിൽ പേന ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസ് ആണ്. എൻ്റെ കയ്യിൽ പേന ഉണ്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാം. ഇനി മൂന്നാമത്തെ കാര്യം, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടേ, നിങ്ങൾ ഉണ്ടാക്കേണ്ട ടാഗ് നെഗറ്റീവ് ടാഗ് ആയിരിക്കണം. അതേപോലെ വൈസ് വേഴ്സ, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ട ടാഗ് പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. ഗോട്ട് ഇറ്റ്? പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ടാഗ് നെഗറ്റീവ് ടാഗ് ആയിരിക്കും. നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഉണ്ടാക്കുന്ന ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പ്രോനൗൺ ഏതാണെന്നും കണ്ടുപിടിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും, ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ, ഒരു ക്വസ്റ്റ്യൻ മാർക്കും അങ്ങ് ചുമ്മാ അങ്ങ് ഇട്ടേക്ക് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ 4 സ്റ്റെപ്സോട് കൂടി നമ്മളുടെ പണി കഴിയും, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കൽ കാണും. ഓക്കെ, സോ ഫസ്റ്റ് ഓക്സിലറി വേർബ് ഏതാ നോക്കുക, സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ ആണോ എന്ന് നോക്കുക. മൂന്നാമതായിട്ട് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് കൊടുക്കണം, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് കൊടുക്കണം. ലാസ്റ്റ് ആയിട്ട് പ്രോനൗൺ ഏതാണെന്നും കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്ക് മെല്ലെ മെല്ലെ പോസിറ്റീവ് സെന്റൻസ് എന്താ, നെഗറ്റീവ് സെന്റൻസ് എന്താ, അതേപോലെ പിന്നെ ഓക്സിലറി വേർബ്സ് വന്നാൽ എങ്ങനെ വരും, വന്നില്ലെങ്കിൽ എന്താവും, ജസ്റ്റ് കുറച്ച് ഫ്യൂ എക്സാമ്പിൾസിലൂടെ പെട്ടെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, സോ നോക്ക്, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാലോ. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ കയ്യിൽ പേനയുണ്ട്, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാവും. വി ഹാവ് എ മീറ്റിംഗ് ദിസ് ആഫ്റ്റർനൂൺ. ഈ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. എന്താണ്, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ കൂടെയുള്ള ഒരു ടാഗ് ആണ് ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഈ ടാഗ് എവിടെ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, പൊതുവെ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടും, ഒരു ഡാഷ് ഇടും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ഓക്കെ, ഇങ്ങനത്തെ സ്ഥലത്താണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്, ക്വസ്റ്റ്യൻ ടാഗ്സ് കൊടുക്കേണ്ടത് കേട്ടോ. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ഒരു കോമ ഉണ്ടാവും, ഡാഷ്, ക്വസ്റ്റ്യൻ മാർക്ക്, അവിടെയാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്, question tag കൊടുക്കേണ്ടത്. Okay, so this is a positive statement. We have a meeting this afternoon. Done. We കണ്ടില്ലേ, ഒരു കോമയില്ലേ, ഇവിടെ ശരിക്കും ഒരു ഡാഷ് തരും നിങ്ങൾക്ക്, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തരും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ടാഗ് ഫില്ല് ചെയ്യണം. ഇതൊരു നെഗറ്റീവ് ടാഗ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് ടാഗ് കൊടുക്കും. ഇപ്പൊ ടാഗ് നോക്കിയാൽ മതി കേട്ടോ, നിങ്ങൾ എന്താണെന്നുള്ളതൊക്കെ മിസ് പറഞ്ഞു തരാം. ഇനി വേറെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാലോ. നേരത്തെ നേരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, we don't have meeting this afternoon. ഈ ഉച്ചക്ക് ഞങ്ങൾക്ക് മീറ്റിംഗ് ഇല്ല. എന്താണ്, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ടാഗ് ഇതാ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടാഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൊടുക്കേണ്ട എന്ത് ടാഗ് ആയിരിക്കണം, പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കൊടുക്കേണ്ടത് പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. ഇപ്പൊ നോക്കേ, ഡു ആണ് നമ്മൾ ഓക്സിലറി വേർബ് എന്ന് വിചാരിക്കാം. അതിന്റെ നെഗറ്റീവ് എന്താടാ, ഡൂന്റെ നെഗറ്റീവ് എന്താ, ഡോണ്ട് അല്ലേ, യെസ് ഓർ നോ. ഇപ്പം ഹാസ് ആണെങ്കിലോ, ഹാസിന് എങ്ങനെ നെഗറ്റീവ് ആക്കും നമ്മൾ, ഹാസിൻഡ്. സിമ്പിൾ. അപ്പൊ നിങ്ങൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ടാഗിന് എന്താക്കണം, നെഗറ്റീവ് ടാഗ് ആക്കണം. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ടാഗിന് എന്താക്കണം, പോസിറ്റീവ് ആക്കണം. നമ്മൾ ചെയ്യുന്ന എക്സാമ്പിൾസ് ചെയ്യുന്ന സമയത്ത് പക്ക ക്ലിയർ ആവും കേട്ടോ. ഇനി വേറെ ഒന്ന് എടുത്തോ, വേറെ വാസ് ആയിക്കോട്ടെ. വാസിന്റെ നെഗറ്റീവ് എന്താ, വാസിൻഡ്. സിമ്പിൾ. Okay, and here you have some questions. Question tag നോക്കാം, ഇതിലെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് നോക്കിയേക്കാം കേട്ടോ. ശ്രദ്ധിക്കേ, ജിം doesn't like apples, does he. ഇവിടെ നോക്കേ, ജിം doesn't like apples. ജിമ്മിന് ആപ്പിൾസ് ഇഷ്ടമല്ല എന്നാ പറഞ്ഞത്. ഇത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ കൂടെ എന്താ കൊടുത്തിട്ടില്ല, doesn't എന്നുള്ളത് മാറിയിട്ട് എന്തായി, does എന്നായി. പോസിറ്റീവ് ആയി ടാഗ് കണ്ടില്ലേ, ടാഗ് എന്തായി, പോസിറ്റീവ് ടാഗ് ആണ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലെടുത്ത് ടാഗ് പോസിറ്റീവ് ആയിരിക്കും ഓക്സിലറി വേർബ് എഴുതുന്ന സമയത്ത് കേട്ടോ. എങ്ങനെ എഴുതാന്ന് മിസ് പറഞ്ഞാൽ, ഒന്ന് നെഗറ്റീവ് പോസിറ്റീവ് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക ഇപ്പോൾ കേട്ടോ. ഓക്കെ, ഷീ ഗോസ് സ്വിമ്മിങ് ഓൺ ഫ്രൈഡേയ്സ്. അവൾ ഫ്രൈഡേയ്സിൽ സ്വിമ്മിങ്ങിന് പോവാറുണ്ട്. അപ്പം അവിടെയുള്ള ടാഗ് നോക്കുക, ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ടാഗ് എന്താ, doesn't she. doesn't എന്താ, നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് ടാഗ് കൊടുത്തു.
Simple. Yes. And the next one, the beaches are closed. Beaches are closed. Beaches are closed എന്നുള്ളത് ഒരു നെഗറ്റീവ് അല്ലേ? അപ്പൊ നമ്മളെ ടാഗ് എന്തായിരിക്കണം? സോറി, ഇത് പോസിറ്റീവ് അല്ലേ? അപ്പൊ ടാഗ് നോക്കുക, aren't they എന്ന് പറഞ്ഞത് എന്താ? നെഗറ്റീവ് ആണ്. Simple. Okay, so if the statement is positive, the tag should be negative. Okay, and next one, it is not going to rain. Not എന്ന് വന്നിട്ടുണ്ട് അല്ലേ? Not മഴ പെയ്യാൻ പോകുന്നില്ല, not എന്നാ പറഞ്ഞത്. So it is a negative statement. അപ്പോൾ tag should be positive. Okay, tag must be positive. ഇനി നെക്സ്റ്റ്, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പോസിറ്റീവ് കണ്ടുപിടിക്കുക, നെഗറ്റീവ് കണ്ടുപിടിക്കുക, സെന്റൻസ് എങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഹൗ ടു ഫോം ക്വസ്റ്റ്യൻ ടാഗ്സ്. സോ ലിസൺ, സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് ആൻ ഓക്സിലറി വേർബ്. ഒരു ഓക്സിലറി വേർബ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എങ്ങനെയാ ചെയ്യാൻ നോക്കിയാലോ. യൂസ് ദ എക്സിസ്റ്റിംഗ് ഓക്സിലറി വേർബ്. ഓക്സിലറി വേർബ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെയുള്ള ഓക്സിലറി വേർബ് നിങ്ങൾ ടാഗിൽ യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ലിസൺ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഫോം ചെയ്യാന്നുള്ളത് അല്ലേ. എങ്ങനെ ഫോം ചെയ്യുക? ഒരു ഓക്സിലറി ടാഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഓക്സിലറി വേർബ് ഉണ്ടാവും, പ്ലസ് ഒരു സബ്ജക്റ്റ് പ്രൊനൗൺ ഉണ്ടാവും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും അല്ലേ. ഈ 3 കാര്യങ്ങളല്ലേ ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു സെന്റൻസിൽ ഓക്സിലറി വേർബ് ഉള്ള സെന്റൻസ് ആണ് കേട്ടോ. നോക്കാം. ഹന്ന ആൻഡ് ഗ്രേസ് ആർ ഫ്രണ്ട്സ്. ഹന്നയും ഗ്രേസും എന്താണ്? ഹന്ന ആൻഡ് ഗ്രേസ് ആർ ഫ്രണ്ട്സ്. ഇവിടെയുള്ള ഓക്സിലറി വേർബ് എന്താ? നമ്മൾ കുറെ ഓക്സിലറി വേർബ്സ് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഇതിലുള്ള ഓക്സിലറി വേർബ് എന്താ? ആറാണ് ഇവിടുത്തെ ഓക്സിലറി വേർബ്. നമ്മൾ ഫസ്റ്റ് അപ്പൊ അതല്ലായിരുന്നോ, ഫൈൻഡ് ദി ഓക്സിലറി വേർബ് എന്നല്ലേ. അപ്പൊ നമ്മൾ ഓക്സിലറി വേർബ് കണ്ടുപിടിച്ചു, ആർ. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഇത് പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ എന്ന് നോക്കാം. ഹന്ന ആൻഡ് ഗ്രേസ് ആർ ഫ്രണ്ട്സ്. ഹന്നയും ഗ്രേസും എന്താണ്? ഫ്രണ്ട്സ് ആണ്. ഇതെന്താണ്? ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മളെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ടാഗ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ആറിനെ എങ്ങനെ നെഗറ്റീവ് ആക്കൂടാ? ആറിനെ നെഗറ്റീവ് ആക്കാണ് ആരെന്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഓക്സിലറി വേർബ് ചെയ്തു. ഇനി നമുക്ക് ആര് വേണം? സബ്ജക്ട് പ്രൊനൗണിന് വേണം. ഇവിടെ തന്നെ ഉണ്ട് പ്രൊനൗൺ എന്താ. ഇപ്പൊ നമ്മൾ ഒരാളുടെ പേരാണ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പം രാജു ഒരു മെയിൽ അല്ലേ. അപ്പൊ നമ്മൾ പ്രൊനൗൺ ഹീന്ന് ആഡ് ചെയ്യും. ഇതേപോലെ പ്രൊനൗൺസ് ആഡ് ചെയ്യാം കേട്ടോ. അതേപോലെ ഇപ്പൊ ഗേൾ ആണെങ്കിൽ നമ്മൾ ഷീ, കുറെ പേരുണ്ടെങ്കിൽ ഡേ ഒക്കെ പറയില്ലേ. അപ്പൊ ഇതൊക്കെയാണ് പ്രൊനൗൺസ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പം ഇവിടെ ഹന്ന ആൻഡ് ഗ്രേസ് എന്നാ പറഞ്ഞ. അപ്പൊ പ്രൊനൗൺ ഇത് ആഡ് ചെയ്യാ, നമ്മള് ദേ ആഡ് ചെയ്യും അല്ലെ. ആരെന്റ് ദേ, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. എത്ര പണിയേ ഉള്ളൂ. സിമ്പിൾ na? Very simple, right? So this is the way you do a question tag. So in the question tag, there will be an auxiliary verb, a subject pronoun and a question mark. ഇത് മൂന്നും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയാലോ. It is going to rain today. It is going to rain today. ഇതിൽ ഫസ്റ്റ് നമ്മൾ ആരെ കണ്ടുപിടിക്കും? ഓക്സിലറി വേർബിനെ കണ്ടുപിടിക്കും. ആരാ ഓക്സിലറി വേർബ് ഇടാ? ഇതാ ഇവിടെ ഇരിക്കുന്നു, ഈസ് ആണ് നമ്മളെ ഓക്സിലറി വേർബ്. അപ്പൊ ആദ്യം അയാളെ കൊണ്ടുപോയിട്ട് എഴുതുക, ഈസ്. ഇനി സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ടുഡേ. പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ അതിനെ നെഗറ്റീവ് ഓക്സിലറി ആക്കണം അല്ലെ. ഈസിന് എന്താക്കും? ഈസിന്റ്. ഇനി ആരെ വേണം നമുക്ക്? സബ്ജക്ട് പ്രൊനൗണിന് വേണം. ഇവിടെയുള്ള പ്രൊനൗൺ ആരാണ്? ഇവിടെ തന്നെ ഉണ്ട്. ആരാണ്? ഇറ്റ്. അപ്പം ഈസിന്റ് ഇറ്റ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. സിമ്പിൾ. ഇതെടാ നോക്ക്, ഓക്സിലറി വേർബും സ്റ്റേറ്റ്മെന്റിലുണ്ട്, പ്രൊനൗണും സ്റ്റേറ്റ്മെന്റിലുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് നെഗറ്റീവ് ആക്കണമെങ്കിൽ നെഗറ്റീവ് ആക്കുക. വേറൊരു പണിയുമില്ല. വെരി സിമ്പിൾ. ഐ നോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അത് അത്രക്ക് സിമ്പിൾ ആണ് അല്ലെ ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. They haven't been gone very long. They haven't been gone very long. ഇവിടെയുള്ള ഓക്സിലറി വേർബ് എന്താടാ? ഹാവ് അല്ലെ. ഹാവ് ആണ് ഇവിടുത്തെ ഓക്സിലറി വേർബ്. പക്ഷെ നോക്കിക്കേ, ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ? ഹാവിൻഡ് എന്നാ പറഞ്ഞ നെഗറ്റീവ് ആണ്. അതിന് നമ്മൾ ടാഗ് എഴുതുമ്പോൾ പോസിറ്റീവ് ആക്കണം. ഇത് ഓൾറെഡി നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആക്കണം. അപ്പം ഹാവ് എന്ന് മതി കേട്ടോ. ഇനി ഇവിടുത്തെ പ്രൊനൗൺ എന്താണ്? ദേ ആണ് ഇവിടുത്തെ പ്രൊനൗൺ. അപ്പം ഹാവ് ദേ. That is the answer. Okay. And then here you have some questions. കുറച്ച് questions ഉണ്ട്.
പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ലിൻസി കുഡ് ലുക്ക് ആഫ്റ്റർ ദ ഡോഗ്. ലിൻസി കുഡ് ലുക്ക് ആഫ്റ്റർ ദി ഡോഗ്. സോ ഫസ്റ്റ് നമ്മൾ ആരെ കണ്ടുപിടിക്കും? ഇതിലുള്ള ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കും. ആരാ ഇവിടുത്തെ ഓക്സിലറി വെർബ്? ക്യാൻ, കുഡ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഇവിടുത്തെ ഓക്സിലറി വെർബ് കുഡ്. ഇനി പറ, സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെന്റൻസ് പോസിറ്റീവ്. അപ്പൊ നമ്മളെ ടാഗ് എന്തായിരിക്കണം? ടാഗ് ഷുഡ് ബി നെഗറ്റീവ്. ഓക്കെ, ടാഗ് നെഗറ്റീവ് ആക്കി. ഇനി അടുത്ത നമുക്ക് ആരാ വേണ്ടത്? പ്രൊനൗണിനാണ് വേണ്ടത് അല്ലേ? ലിൻസി എന്ന് പറഞ്ഞത് ആരാണ്? ഒരു ഗേൾ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഷീ. കുഡൻ, ഷീ. ഇനി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ അങ്ങിട്ട് കൊടുത്താൽ മതി. സിമ്പിൾ. And the next one, the children are having fun. The children are having fun. First auxiliary verb എന്താണ്? are. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെന്റൻസ് ഇസ് പോസിറ്റീവ്. അപ്പൊ നമ്മൾ ആറിന് എന്താക്കും? aren't. ഓക്കെ, the children, childrensനെ പറ. അപ്പൊ പ്രൊനൗൺ ഏതായിരിക്കും? they ആയിരിക്കും. aren't they. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഇട്ട് കൊടുക്കുക. Okay, and the third one, the wind is blowing strongly. The wind is blowing strongly. ഇവിടെയുള്ള ഓക്സിലറി verb എന്താണ്? is. is ആണ് ഓക്സിലറി verb. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാം. സെന്റൻസ് പോസിറ്റീവ് ആണോ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ നമ്മൾ നെഗറ്റീവ് ആക്കാൻ isn't. ഇവിടെയുള്ള എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വിൻഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രൊനൗൺ എന്തായിരിക്കും? it. isn't it. Okay, and moving to some negative statements. Jill and I aren't going. Jill and I aren't going. So ഇവിടുത്തെ auxiliary verb എന്താണ്? ആണ് auxiliary verb. Sentence statement ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ നമ്മൾ ആറിന് ആറിൻ്റെ ആക്കണോ? വേണ്ട, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇനി ഇവിടെയുള്ള പ്രൊനൗൺ ഏതാണ്? ജില്ലിനെ കുറിച്ചും ഐനെ കുറിച്ചും പറയുന്നത് അല്ലേ? അപ്പൊ പ്രൊനൗൺ എന്തായിരിക്കും? they are, they. Okay, now the second one, I'm not running in this race. I'm not running in this race. ഇവിടുത്തെ ആൾ ആരാണ്? ഓക്സിലറി ആരാണ് ഇവിടുത്തെ? I am ആണ് അല്ലെ? am എന്നാണ്. am ആണ് അല്ലേ? am ആണ് ഇവിടുത്തെ. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? നെഗറ്റീവ് ആണെങ്കിൽ am അങ്ങനെ തന്നെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെയുള്ള പ്രൊനൗൺ ആരാണ്? I. am, I. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഇട്ട് കൊടുത്താൽ മതി. Okay, and the third one, Natalie and Anna haven't seen this movie. ഇവിടെയുള്ള ഓക്സിലറി verb എന്താണ്? have അല്ലേ? have ആണ്. ഇവിടെ നെഗറ്റീവ് അല്ലേ കൊടുത്തിട്ടുള്ളത്? അപ്പോൾ നമ്മൾ ഹാവിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ? വേണ്ട, ഹാവ് അങ്ങനെ തന്നെ ഒരു കുഴപ്പമില്ല. ഓക്കെ, ആരെ കുറിച്ചാണ് പറയുന്നത്? നെറ്റാലിനെ കുറിച്ചും അനിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ഏതായിരിക്കും? have, they. have, they. സോ ഇതാണ് ഓക്സിലറി verb സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ചില സമയത്ത് ഓക്സിലറി verb തരില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം ഓക്സിലറി verb ഇല്ലാത്ത സെന്റൻസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി verb എന്തായിരിക്കും എന്നൂടെ പഠിച്ചാൽ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ്. Okay, so without statements, without an auxiliary verb, ഒരു auxiliary verb ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന auxiliary verbs എന്ന് പറയുന്നത് do, does or did. doോ, doesോ, ഡിഡോ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അത് നമ്മൾ മെയിൻ വേർബിന്റെ ഫോം V1 ആണോ V2 ആണോ എന്ന് നോക്കിയിട്ടാണ് അതിന് നമ്മൾ ചേഞ്ചസ് വരാറുള്ളത്. ഏത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാറില്ല? ഡു യൂസ് ചെയ്യണോ, ഡസ് യൂസ് ചെയ്യണോ, ഡിഡ് യൂസ് ചെയ്യണോ? ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുള്ളൂ. അപ്പോൾ അത് ഏത് ഫോമിലാണെന്ന് നോക്കിയാൽ അതും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹിയർ യു ഹാവ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നിങ്ങൾ നോക്കാം, ഡു, ഡസ്, ഡിഡ് അല്ലേ? സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ ഡുവോ ഡെസോ യൂസ് ചെയ്യാം. ഡിഡ് നിങ്ങൾ സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നോക്ക്, ഫോർ എക്സാമ്പിൾ പ്ലേ, പ്ലേസ്, പ്ലേഡ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന വേർബ്സ് എന്ന് വിചാരിക്കാം. പ്ലേ ഈ ഫോമിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഡു യൂസ് ചെയ്യുക. എസ് ഫോമിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഡസ് യൂസ് ചെയ്യുക. പാസ്റ്റ് ഫോമിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിഡ് യൂസ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ അവിടെയുള്ള മെയിൻ വേർബിനെ ഒന്ന് നോക്കിയാൽ മതി. ഓക്സിലറി വേർബ് കാണില്ലെങ്കിൽ മെയിൻ വേർബിനെ നോക്കാം, അതിന്റെ ഫോം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാലോ. The dogs eat quickly. The dogs eat quickly. ഇത് എന്ത് സെന്റൻസ് ആണ്? ഇതൊരു സിമ്പിൾ പ്രസന്റ് സെന്റൻസ് ആണ്. സിമ്പിൾ
പ്രസന്റ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടേ? ഓക്സിലറി വെർബ് ആണ് അല്ലെ. ഈ സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ? The dogs eat quickly. ഇവിടെ എന്തെങ്കിലും ഓക്സിലറി വെർബ് ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? ഒന്നെങ്കിൽ ഡു യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യണം, അതർവൈസ് ഡിഡ് യൂസ് ചെയ്യണം എന്നുള്ളത് അല്ലേ. അപ്പം ഇതൊരു സിമ്പിൾ പ്രസന്റിൽ ഉള്ളതായതുകൊണ്ട് നമ്മളിവിടെ ഡു യൂസ് ചെയ്യും. ഡു യൂസ് ചെയ്തു. ഇനി ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഡൂനെ നമ്മൾ ഒന്ന് നെഗറ്റീവ് ആക്കി കൊടുക്കുക. ഡോണ്ട് ആരെ കുറിച്ചാ പറയുന്നത്? ഡോഗ്സിനെ കുറിച്ചാ പറയുന്നത്. അതുകൊണ്ട് പ്രൊനൗൺ വരുന്നത് ദേ. ഡോണ്ട് ദേ. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുക്കുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, he never runs out of energy. He never runs out of energy. ഇവിടെ never എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ടാഗാണ്. ഒരു നെഗറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്ന സാധനമാണ് എന്ത്? ഈ നെവർ. ഓക്കെ, അപ്പം ഈ സെന്റൻസ് എന്ത് സെന്റൻസ് ആണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇനി പറ, ഇതിൽ നിങ്ങൾക്ക് ഓക്സിലറി വെർബ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്സിലറി വെർബ് ഉണ്ടോ? ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് നോക്കുക? ഇതിലെ മെയിൻ വെർബ് ഏത് ഫോമിലാണെന്ന് നോക്കുക. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു സിമ്പിൾ പ്രസന്റിലാണെന്നുള്ളത്. സിമ്പിൾ പ്രസന്റിലാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് റൺസ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എസ് ഫോമിലാണ്. നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ഡെസ് കൊടുത്താൽ മതി. എസ് ഫോമിലാണെങ്കിൽ ഡെസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ റൺസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഡെസ് യൂസ് ചെയ്യുക. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. കാരണം ഇവിടെ നെവർ വന്നിട്ടുണ്ട് അല്ലെ. ഈ നോ, നെവർ, ലിറ്റിൽ, ഫ്യൂ ഇതൊക്കെ വരികയാണെങ്കിൽ സെന്റൻസ് എന്താവും? സ്റ്റേറ്റ്മെന്റ് എന്താവും? അത് നെഗറ്റീവ് ആയി പോകും. ഓക്കെ, അപ്പൊ ഇത് എന്ത് സെന്റൻസ് ആണ്? ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഡെസ് നമ്മളൊന്നും തൊടാൻ തന്നെ പോകണ്ട. ഡെസ് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇനി നമ്മൾ പ്രൊനൗൺ ഏതാ യൂസ് ചെയ്യുക? അവിടെ തന്നെ ഉണ്ട്. ഡെസ്, ഹി. ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, the bottle smashed on the floor. The bottle smashed on the floor. ഇവിടെയുള്ള verb ഏതാണ്? smashed ആണ് verb. auxiliary verb കണ്ടുപിടിക്കണ്ടേ? വേറെ auxiliary verb ഉണ്ടോ? ഇല്ല. smashed. smashed ഏത് ഫോമിലാണെടാ? സിമ്പിൾ പാസ്റ്റിലാണ് അല്ലെ. പാസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന പറഞ്ഞേ? ഡിഡ് യൂസ് ചെയ്യുന്ന പറഞ്ഞേ. അപ്പൊ നമ്മൾ ഡിഡ് യൂസ് ചെയ്തു. ഇനി സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇറ്റ് ഈസ് എ പോസിറ്റീവ് സെന്റൻസ്. അപ്പൊ ഡിഡിനെ നമ്മൾ എന്താക്കും? ഡിഡിൻഡ്. ഇനി പ്രൊനൗൺ എന്താ യൂസ് ചെയ്യുക? ബോട്ടിലിനെ പറ്റിയിട്ടല്ല പറഞ്ഞ. സോ പ്രൊനൗൺ ഇസ് ഇറ്റ്. ഡിഡ്ന്റ് ഇറ്റ്. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് സെന്റൻസസ് വിതൗട്ട് ആൻ ഓക്സിലറി വെർബ്. ഓക്കെ, സോ ഇനി ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ചെറിയൊരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ എടാ നമ്മൾ 6 വരുന്ന സമയത്ത് നമ്മൾ 6 ആണ് അല്ലേ അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞത്. യെസ് ഓർ നോ? യെസ്. ഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാസിൻ്റെ ആണ് അതിന്റെ നെഗറ്റീവ്. വേറെ ആണെങ്കിൽ വേറിൻ്റെ ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആം വരുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ആമിൻഡ്. ആമിൻഡ് അല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അപ്പൊ അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ആമിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഇറ്റ് ഈസ് ആറൻഡ്. ഓക്കെ, ആറൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഐ ആം ഗോയിങ് നെക്സ്റ്റ് അല്ലെ. ഐ ആം ഗോയിങ് നെക്സ്റ്റ് ആണ്. ഐ ആം ഗോയിങ് നെക്സ്റ്റ്. സോ നമുക്ക് സാധാ പോലെ ഒന്ന് ചെയ്തു നോക്കാം. ആം ഗോയിങ് നെക്സ്റ്റ്. ഇവിടെയുള്ള ഓക്സിലറി വെർബ് എന്താടാ? ആം ആണ് അല്ലെ. ആം ആണ് ഓക്സിലറി വെർബ്. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഒരു പോസിറ്റീവ് സെന്റൻസ്. അപ്പൊ ആമിനെ നമ്മൾ എന്താക്കും? നെഗറ്റീവ് ആക്കും. ആമിൻഡ്. അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ അതിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആരൻഡ്. ആരൻഡ്. പ്രൊനൗൺ എന്താ? ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആരൻഡ് ഐ. ആരൻഡ് ഐ. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ആം യൂസ് വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യരുത്? ആമിൻഡ് എന്ന് പറയരുത്. അവിടെ എന്താണ്? ആരൻഡ് ആണ്. ഓക്കെ, ആരൻഡ് ഐ. Any you have a few questions regarding this and listen. My dad and I look similar. My dad and I look similar. ഇവിടെ നോക്ക്. ഓക്സിലറി വെർബ് ഉണ്ടോ? ഓക്സിലറി വെർബ് ഇല്ല. പിന്നെ മെയിൻ വെർബ് ആരാ? മെയിൻ വെർബ് ഇതാ ലുക്ക്. ലുക്ക് അല്ലേ. ലുക്ക് ഒരു പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ഫോമിലല്ലേ. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇവിടെ ഓക്സിലറി വെർബ് ആയിട്ട് ഡു യൂസ് ചെയ്യും. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ? ഇറ്റ് ഈസ് എ പോസിറ്റീവ് സെന്റൻസ്, റൈറ്റ്? സോ നമ്മൾ ഡൂന് എന്താക്കും? നെഗറ്റീവിലോട്ടാക്കും. ഡോണ്ട്. ആരെ കുറിച്ചാണ് പറയുന്നത്? മൈ ഡാഡ് ആൻഡ് ഐ സിമ്പിൾ പ്രസന്റിലാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുക പ്രൊനൗൺ ഏതാണ്? വി. ഡോൺ വി. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. Okay, she never saw him again. She never saw him again. So, see in the past form ആണ്. So അല്ലേ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി എന്തായിരിക്കും? ഡിഡ് ആണ് യൂസ് ചെയ്യുക. ഇനി നെവർ എന്ന് വന്നാൽ എന്തായി സെന്റൻസ്? നെഗറ്റീവ് സെന്റൻസ് ആയി. അപ്പം ഡിഡ് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇനി ഇവിടെയുള്ള
പ്രൊനൗൺ എന്താണ്? ഷീ ആണ്. ഡിഡ് ഷീ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. Finn and Sandy never finished their work. Finn and Sandy never. Again sentence എന്താക്കി? never വന്നപ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആയി പോയി. ഇതിലുള്ള മെയിൻ വേർബ് എന്താണ്? ഫിനിഷ് ആണ് ഇവിടുത്തെ മെയിൻ വേർബ്. ഏത് ടെൻസിലുള്ളത്? പ്രസന്റിലാണ് അല്ലേ? സിമ്പിൾ പ്രസന്റിലാണുള്ളത്. അപ്പോൾ ഫിനിഷിന് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യും? ഡു. നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ. അപ്പോൾ ഡു നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. ഫിന്നിനെയും സാൻഡിനെയും പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രൊനൗൺ ഏതായിരിക്കും? ദേ. ഡു ദേ? Finn and Sandy never finish their work. Do they? അങ്ങനെയല്ലേ അല്ലേ? നമ്മളിങ്ങനെ ചോദിക്കുന്ന പോലെയാണിത്. മലയാളത്തിലൊക്കെ നമ്മൾ അങ്ങനെ ചോദിക്കില്ല. അതാണ് സംഭവം. ഓക്കെ. ഇനി it rained heavily last night. ഭയങ്കര കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ഇതൊരു പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ? സിമ്പിൾ പാസ്റ്റിലുള്ള സെന്റൻസ് ആണ്. റെയിൻഡ് എന്നാ പറഞ്ഞ ed വന്നു. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓക്സിലറി വേർബ് ഡിഡ് യൂസ് ചെയ്യും. ഇതൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഡിഡിന് എന്താക്കും? ഡിഡിൻഡ് it. Okay. And then the guest drank a lot. The guest drank എന്താണ്? drank past അല്ലേ? ഡ്രിങ്കിന്റെ past അല്ലേ? drank എന്ന് വരാം. അപ്പൊ എന്താണ്? ഡിഡ് അല്ലേ നമ്മൾ ഓക്സിലറി വേർബ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡിഡ് യൂസ് ചെയ്യും. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഡിഡിന് എന്താക്കും? ഡിഡിൻഡ്. ഗസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പ്രൊനൗൺ എന്തായിരിക്കും? ദേ. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊടുക്കുക. ഓക്കെ. സൈമൺ നെവർ കംസ് ഔട്ട്. നിങ്ങൾ ഇതിലുള്ള സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. ഓക്സിലറി വേർബ് ഏതാന്ന് കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇതിന് ആൻസർ എന്താന്നുള്ളത് എല്ലാവരും പറയാം. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ ടാഗ്. സോ ക്വസ്റ്റ്യൻ ടാഗ് ഒരു ജനറൽ ഫോം എന്താണ്? ഓക്സിലറി വേർബ് ഉണ്ടാവും, സബ്ജക്ട് പ്രൊനൗൺ ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? ഓക്സിലറി വേർബ് ഏതാ കണ്ടുപിടിക്കും. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കും. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ നെഗറ്റീവ് ടാഗ് കൊടുക്കും. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് കൊടുക്കും. ലാസ്റ്റ് ഒരു പ്രൊനൗണും ക്വസ്റ്റ്യൻ മാർക്കും കൂടെ കണ്ടുപിടിച്ചാൽ എന്തായി? നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ആയി. ഓക്കെ. അപ്പോൾ മക്കളെ, നിങ്ങളോട് ഒരേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നാളെ 7 o'clock നമ്മുടെ മിസ്റ്റീരിയസ് പിക്ചറിന്റെ ഒരു 1 shot വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ ആ ക്ലാസ്സിലെ മിസ്റ്റീരിയസ് പിക്ചർ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് നോക്കാം. ഓക്കെ. സോ until then, bye bye and take care.